ഗൈസ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഉണ്ണിക്കണ്ണന് നനച്ച വണ്ടി കിട്ടിയിട്ടുണ്ട്. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മങ്ങണ്ടാവും. ഇത് വിജയ് സാറ് തന്നാണ് ആപ്പിളും ബിസ്ക്കറ്റ് ഒക്കെ. അപ്പൊ നനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കണ്ണൻ മകളുടെ ഉമ്മ. വിജയ് സാറിനെ കണ്ടു. ലൊക്കേഷനിലാണ്, കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവര് വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. വിജയണ്ണൻ എന്നെ സെറ്റിന്ന് തൊഴിൽ കഴിച്ചിട്ടാണ് കൊണ്ടുവന്നത്, കേരളത്തിൽ കൊണ്ടുവന്ന് കുറെ നേരം സംസാരിച്ചു. എന്തിനും ഉണ്ണിക്കണ്ണ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിയുണ്ട് വന്നവിടെ. ഞാൻ പറഞ്ഞു കുറെ പ്രാവശ്യം ശ്രമിച്ചാണെന്നൊക്കെ പറഞ്ഞ് അണ്ണൻ കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച്. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല, അവര് അയച്ചു തരും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണന് കേരളത്തിൽ ഒരു 10 മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. വികിലേക്ക് അപ്പം മുഖ്യം. നമുക്ക് നനച്ച വണ്ടി കിട്ടി. അപ്പോ ഒരുപാട് സ്ട്രഗിളും ഒരുപാട് കുറ്റങ്ങളും ഒരുപാട് ആരോപണങ്ങളും കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ വിജയനെ കാണാൻ വേണ്ടി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് നടന്നു പോയ ഈ ഉണ്ണിക്കണ്ണന് ഇപ്പോ വിജയനെ കാണാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കണ്ണന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അവിടെ ഇരുന്ന് എല്ലാവരും വന്ന് സംസാരിച്ച് അവിടെ ചായ തന്നു. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു ദൂരം പോയി അവിടെ നിന്ന് വിളിച്ച് പ്രൊഡ്യൂസർ സാറും എല്ലാവരും കൂടെ കൊണ്ടുപോയി. സാർ ഷൂട്ടിലായിരുന്നു. ഇങ്ങനെ നടന്നു പോണ ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പാന്റ് ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഏട്ടാ, നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ഏട്ടനായി. എനിക്ക് സത്യം പറയണെങ്കിൽ എന്താണെന്നറിയില്ല ഒന്നും. ഏട്ടാ, നമുക്കത് ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിലൊരാളെ നമ്മുടെ ഒരു ഏട്ടനെ പോലെയാണ് എന്റെ തോളിൽ കയറ്റിട്ട് എന്തിനാ കരയുന്ന ഉണ്ണിക്കണ്ണ പറയാൻ എന്റെ തോളിൽ കൂടെ കയറ്റി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ അത് വിജയേട്ടനാണെന്ന്. എന്നിട്ട് അങ്ങനെ വിജയേട്ടൻ എന്നെ വാവറൻ തോളിൽ കയറ്റി കൊണ്ടുപോയി കയറുവനില്. ആദ്യം വിജയണ്ണ എന്നെ കൊണ്ട് കയറി പറഞ്ഞില്ല, വിജയണ്ണ കയറി പറഞ്ഞില്ല, എന്നെ കയറി പറഞ്ഞ ഞാൻ തൊട്ടുനൂറ് വെച്ച് കയറിയിട്ട് വിജയണ്ണ എന്തിനാ എന്നിട്ട് കയറാനില്ല, ഞാനും വിജയണ്ണനും മാത്രം. എന്നിട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്യും പറഞ്ഞു. വിജയണ്ണൻ കണ്ണ് കലങ്ങിയിട്ടാണ് വിജയണ്ണൻ ചോദിച്ചത്, ഞാൻ ആരേട്ടാ. നിലവിൽ ഇറങ്ങിയിട്ടുള്ള ഫോട്ടോ എഡിറ്റഡ് ഫോട്ടോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യലായിട്ട് വീഡിയോയോ ഫോട്ടോയോ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഉണ്ണിക്കണ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിജയനെ കണ്ടു, 10 മിനിറ്റ് കാരവാനിൽ സംസാരിച്ചു, അതുപോലെ തന്നെ ബിരിയാണി, ബീഫ് ഫ്രൈ, പൊറോട്ട കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നു, റൂം കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും മെയിൻ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ നനച്ച വണ്ടി എത്തിയെന്ന് പറഞ്ഞിട്ട്. ഇനി എന്തായാലും വിജയനെ കാണാൻ വേണ്ടി ഒരുപാട് അവതാരങ്ങൾ ഇതുപോലെ നടന്നിറങ്ങാൻ ചാൻസ് കൂടുതലാണ്. എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എന്തായാലും വഴിയെ കണ്ടറിയാം. എന്തായാലും ഒഫീഷ്യലായിട്ട് ഉണ്ണിക്കണ്ണനും വിജയ് നിൽക്കുന്ന ഫോട്ടോ പുറത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. എന്തായാലും ഉണ്ണിക്കണ്ണൻ നനച്ച വണ്ടി കിട്ടി. ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലും കളിയാക്കലും കിട്ടിയ ഒരു വ്യക്തിയാണ്. എന്തായാലും അവസാനം ഇതിനൊരു തീരുമാനമായി.